السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി 31-ാം ദിവസം സൂറത്തുൽ ഫലഖിലെ 3-ാം സൂക്തം മാത്രമാണ് ഈ ദിവസം നമ്മൾ പഠിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. സൂറത്തുൽ നാസിൽ പറഞ്ഞതുപോലെ മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതേപോലെ ഇവിടെ മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞതിന് ശേഷം വ മിൻ ശർരി. അപ്പോൾ ഇവിടെ ഒന്നിലധികം തിന്മയിൽ നിന്നും അഭയം തേടുന്നുണ്ട്. ഒന്ന് മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന്. രണ്ടാമത് വ മിൻ ശർരി, തിന്മയിൽ നിന്നും ഗാസിഖിൻ, രാവ്. ഗാസിഖ് എന്ന് പറഞ്ഞാൽ രാവ്. മലയാളത്തിൽ നമ്മൾ രാത്രിക്ക് പല വാക്കുകൾ പറയുമല്ലോ. അപ്പോൾ അതേപോലെ അറബിയിൽ ലൈല് അല്ലാതെയും ചില വാക്കുകൾ ഉപയോഗിക്കും. നിശ, നിശീധിനി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ഒരു സാഹിത്യമായ വാക്കാണ് ഗാസിഖ് എന്ന പദം. ഗാസിഖുൻ, രാവ്. ഗാസിഖുൻ, രാവ്. അതിൻ്റെ പര്യായ പദമാണ് ലൈലുൻ അല്ലെങ്കിൽ ലൈലത്തുൻ. ലൈലുൻ എന്നാലും ലൈലത്തുൻ എന്ന് വന്നാലും ഒരേപോലെ തന്നെയാണ്, രാത്രി എന്നാണ് അർത്ഥം. ഗാസിഖ്, രാവ്. അപ്പോൾ ഗാസിഖ് എന്നതിൻ്റെ പര്യായ പദമാണ് ലൈലുൻ. വമിൻ ശർരി ഗാസിഖിൻ, രാവിൻ്റെ തിന്മയിൽ നിന്നും. ഇസാ വഖബ, അത് ഇരുൾ മൂടുമ്പോൾ. ഇസാ വഖബ, അത് ഇരുൾ മൂടുമ്പോൾ. ഇസാ എന്നത് ഒരു വാക്കാണ്. അത് സന്ദർഭത്തെ സൂചിപ്പിക്കാനുള്ള പദമാണ്. അപ്പോൾ ഇസാ എന്ന് പറഞ്ഞാൽ എപ്പോഴുള്ള സന്ദർഭമാണ്? ഭാവിയിൽ വരാൻ പോകുന്ന ഒരു സന്ദർഭമാണ്. അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇസാ എന്നതിന് ദീർഘമുണ്ട്. ഇസാ ദീർഘമുണ്ട്. ഇസാ എന്നതിന് ദീർഘമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നീട്ടി വയ്ക്കുന്നതാണ്, ഇപ്പോൾ നടക്കുന്നതല്ല, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതല്ല. ഇസാ എന്നാൽ ഭാവിയിൽ വരാൻ പോകുന്നതാണ്. അപ്പോൾ നടന്നു കഴിഞ്ഞതിലെന്ത് പറയും? നടന്നു കഴിഞ്ഞ സംഭവം സൂചിപ്പിക്കാനാണെങ്കിൽ ഇദ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഇദ്, നടന്ന് കഴിഞ്ഞ സംഭവം ഉപയോഗിക്കാൻ വേണ്ടിയാണ്, സന്ദർഭം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഏത് സന്ദർഭത്തെയാണ് പറയുന്നത്? വഖബ, ഇരുൾ മൂടി. അപ്പോൾ ഇരുൾ മൂടിയ സന്ദർഭത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഇസാ പറയുകയാണ്. അപ്പോൾ ഇസാ വഖബ എന്ന് പറഞ്ഞാൽ, ഇസാ വഖബ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതാണല്ലോ. വഖബ എന്ന് പറഞ്ഞാൽ ഇരുൾ മൂടി. അപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു എന്നെങ്ങനെ അർത്ഥം പറയും? ഇസാ വഖബ, അത് ഇരുൾ മൂടുമ്പോൾ. ഭാവിയിൽ ഇനി നടക്കാൻ പോകുന്ന, വരാൻ പോകുന്ന സന്ദർഭമാണ്. അപ്പോൾ വരാൻ പോകുന്ന സന്ദർഭത്തിൽ അത് ഇരുൾ മൂടുമ്പോൾ. ഇദാ വഖബ, അത് ഇരുൾ മൂടുമ്പോൾ. വഖബ എന്ന് പറഞ്ഞാൽ ഇരുൾ മൂടി. ഇദാ വഖബ, ഇരുൾ മൂടുമ്പോൾ. വമിൻ ശർരി ഗാസിഖിൻ, രാവിൻ്റെ തിന്മയിൽ നിന്നും. ഇദാ വഖബ, അത് ഇരുൾ മൂടുമ്പോൾ. ഗാസിഖുൻ, രാവ്. ഇദാ ഭാവിയെ സൂചിപ്പിക്കാനുള്ള ഒരു പദമാണ്. ഇദാ വഖബ എന്ന് പറഞ്ഞാൽ അത് ഇരുൾ മൂടുമ്പോൾ. ഇദാ ജലസ, ഇരുന്നാൽ. ഇദാ ജലസ, ഇരുന്നാൽ. ഇദാ വഖബ, ഇരുൾ മൂടുമ്പോൾ, അല്ലെങ്കിൽ ഇരുൾ മൂടിയാൽ. ഇദാ ജാ, വന്നാൽ. അപ്പോൾ നടന്നു കഴിഞ്ഞൊരു സന്ദർഭം എങ്ങനെ ഉദാഹരണം പറയും നമുക്ക്? ഖുർആനിലെ പല സ്ഥലങ്ങളിലും ഇദ് ഖാല ഇബ്രാഹിം, ഇദ് ഖാല മൂസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ് ഖാല മൂസ ലിഖൗമിഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂസ തൻ്റെ ജനതയോട് അന്ന് പറഞ്ഞ സന്ദർഭം. മൂസ നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്നത് എന്നാണോ അന്ന്. അപ്പോൾ എന്താണ്? അത് നടന്നു കഴിഞ്ഞതാണ്. അപ്പോൾ നടന്നു കഴിഞ്ഞതാണെങ്കിൽ അതിന് ദീർഘം ഉണ്ടാവില്ല, നടന്നു കഴിയാണ്. യിദ്, അതിൻ്റെ ജായുടെ മുകളിൽ എന്താണ്? പൂജ്യമാണ്, വട്ടപൂജ്യം. അത് നടന്നു കഴിഞ്ഞു. യിദ് ഖാല മൂസ, മൂസ അലൈഹി സ്വലാം അന്ന് പറഞ്ഞപ്പോൾ. ആ പറഞ്ഞ സന്ദർഭം ഓർക്കുക, സ്മരണീയമാണ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇവിടെ ഇദാ വഖബ, അത് ഇരുൾ മൂടുമ്പോൾ. അപ്പോൾ ഇന്ന് പഠിച്ചത് ഒരേ ഒരു സൂക്തമാണ്. അതെന്താണ്? വമിൻ ശർരി, തിന്മയിൽ നിന്നും. ഗാസിഖിൻ, രാവിൻ്റെ
ഇദാ വഖബ അത് ഇരുൾ മൂടുമ്പോൾ. രാത്രി ഇരുൾ വന്ന് മൂടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് തിന്മകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അതിൽ നിന്നൊക്കെ അഭയം തേടാൻ ഒരേ ഒരു അള്ള മാത്രമേ ഉള്ളൂ. അള്ളയോട് അഭയം തേടുക. നമുക്ക് ഇരുളിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുശക്തികളെയും തിന്മകളെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അള്ളാഹ്ക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് യാത്ര പോകുമ്പോഴോ രാത്രിയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത എന്തെങ്കിലും സംഗതിയെക്കുറിച്ച് നമുക്ക് അഭയം തേടണമെങ്കിൽ വമിൻ ശരി ഖാസിഖിൻ, രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന തിന്മയെക്കുറിച്ച് നമുക്ക് അഭയം തേടാവുന്ന ഒരു ഉത്തമ സൂറത്താണിത്. അപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ കൊണ്ടുവരിക, വമിൻ ശരി ഖാസിഖിൻ, രാവിൻ്റെ തിന്മയിൽ നിന്നും ഇദാ വഖബ ഇരുൾ മൂടുമ്പോൾ. അപ്പോൾ പറയുക അഊദു ഞാൻ അഭയം തേടുന്നു എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ നീ പറയൂ അഊദു ഞാൻ അഭയം തേടുന്നു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിൻ്റെ നാഥനോട്, മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ചത് എന്താണോ അതിൻ്റെ തിന്മയിൽ നിന്നും, വമിൻ ശർരി ഖാസിഖിൻ ഇദാ വഖബ, രാത്രി ഇരുൾ മൂടുമ്പോൾ അതിൻ്റെ തിന്മയിൽ നിന്നും, വമിൻ ശർരി തിന്മയിൽ നിന്നും, ഖാസിഖിൻ രാവിൻ്റെ, ഇദാ വഖബ അത് ഇരുൾ മൂടുമ്പോൾ. ഖുർആൻ വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, അത് ജീവിതത്തിൽ പ്രയോഗിക്കുക, മറ്റുള്ളവർക്കത് പഠിപ്പിച്ചെടുക്കുക. ബില്ലാഹി തൗഫീഖ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.